ഇതൊരു സമ്മതയാണ്. ഫൈനൽ എക്സാം റിവിഷൻ ക്ലാസ്സിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അത് പാഠം എടുക്കുകയല്ല. കാരണം പാഠം എടുക്കാൻ ഒരുപാട് സമയം. ഇത് പാഠം ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ക്ലാസ്സാണ്. അപ്പോൾ സമ്മതി മാത്രം. ട്രിഗണോമെട്രി നോക്കാം. ട്രിഗണോമെട്രിയിലെ മെയിൻ പോയിന്റ് രണ്ട് മട്ട ത്രികോണങ്ങളാണ്, റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അതിൽ ഒന്ന് 45, 45, 90 വരുന്ന റൈറ്റ് ട്രയാങ്കിൾ. അടുത്തത് 30, 60, 90 വരുന്ന റൈറ്റ് ട്രയാങ്കിൾ. ഈ രണ്ട് ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് പാഠത്തിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ആംഗിൾസ് 45, 45, 90 ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:1:2 ആണ്. 1:1:2. 30, 60, 90 ആണെങ്കിൽ 1:√3:2 ആണ് സൈഡ്സിന്റെ റേഷ്യോ, വശങ്ങളുടെ ആംഗിൾ. 1:√3:2. ഇത് പരിചയപ്പെട്ട 45, 45 ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള സൈഡ്സ് ഈക്വൽ ആണ്. ഈ ബേസ് സ്ക്വയർ പ്ലസ് സോളിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. പാദവർഗം അധികം ലംബവർഗമാണ് കർണവർഗം. അതുകൊണ്ട് √2 വന്നു. കാരണം ഇവിടെ ഒന്നടുത്ത് മനസ്സിലാക്കിയാൽ 30 ഓപ്പോസിറ്റ് എത്ര ആണോ അതിന്റെ ഇരട്ടിയാണ് 90 ഓപ്പോസിറ്റ്. 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് 2. 30 ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് 20. ഇനി 60 ഓപ്പോസിറ്റ് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ 30 ഓപ്പോസിറ്റ് വീണ്ടും എടുക്കും. 30 ഓപ്പോസിറ്റ് എത്ര ആണോ അതിന്റെ കൂടെ √3 ഇടുന്നത്. 1 ആണെങ്കിൽ 1 × √3 √3. 10 ആണെങ്കിൽ 10 × √3 10. അപ്പൊ അങ്ങനെ ഇത് മനസ്സിലാക്കി വെക്കും. ഇത് ശുദ്ധമായിട്ടാണ് മിക്കവാറും കണക്കുകളെല്ലാം ചോദിക്കുന്നത്. ഇനി സൈനും കോസും എന്താണ് പറയുന്നത്? അപ്പൊ നമുക്കിപ്പം സൈൻ എക്സ് ഒരു ഡിഗ്രി ഒരളവാണ്. ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. എതിർവശം ബൈ കർണം. അങ്ങനെയെങ്കിൽ സൈൻ 45 ഡിഗ്രി ഇതാണ് എതിർവശം ബൈ കർണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/√2. അങ്ങനെയെങ്കിൽ സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2. അടുത്തത് സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എതിർവശം ബൈ കർണം √3/2. ഇനിയാണ് സൈൻ്റെ കാര്യം. ഇനി നമുക്ക് കോസ് നോക്കാം. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ്. അങ്ങനെയെങ്കിൽ കോസ് 45 അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2. കോസ് 30 നോക്കാം. 30 ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടനസ് ഒക്കെ ആണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടനസ് ആണെങ്കിൽ പിന്നെ ഉള്ളത് അഡ്ജസന്റ് സൈഡാണ്. നമ്മൾ ഏത് ആംഗിൾ എടുക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടനസ്, അതിന് മാറ്റമില്ല. ഇത് രണ്ടും അല്ലാത്തതാണ് അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് √3/2. കോസ് 60 ഇതാണ് 60. ഇത് ഓപ്പോസിറ്റ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഇതാണ് അഡ്ജസന്റ് സൈഡ്. സമീപവശം ബൈ കർണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്യും. ആംഗിൾസ് സൈനിന്റെയും കോസിന്റെയും ആംഗുലാർ മെഷേഴ്സ് കോൺ അളവുകൾ കൂട്ടുമ്പോൾ 90 കിട്ടിയാൽ അവയുടെ വിലയും തുല്യമായി. ഇതാ നോക്കി 45, 45 സൈനും കോസും 45, 45 90. അപ്പൊ വിലയും തുല്യമാണ് 1/2 1/2. ഇനി സൈൻ 30 അതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 90 ആകും? 60. കോസ് 60. സൈൻ 30 കോസ് 60 1/2. ഇവിടെ സൈൻ 60 60 കൂടെ എത്ര കൂട്ടിയാൽ 90 ആകും? 30. അപ്പൊ 60 30 സൈൻ 60 കോസ് 30 ഒരേ വാല്യൂ ആണ് 3/2. ഇനി tan ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അങ്ങനെയെങ്കിൽ tan 45 opposite side by adjacent side 1/1. tan 30 opposite side by adjacent side
1 by root 3. Tan 60 no. Opposite side by adjacent. Root 3 by. ഇതും കാണാൻ എളുപ്പമൊഴിയും. സൈനിന്റെ കോസിന്റെ ന്യൂമറേറ്റർ സെറ്റ് ചെയ്യാം. ഇത് വരാൻ കാരണം സൈനിന്റെ ഒരു കോണിനെ കോസിന്റെ അതേ അളവ് കൊണ്ട് ഭാഗിച്ചാൽ ടാന്റെ അതേ അളവ് കിട്ടും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പാടാണ്. അതായത് സൈൻ 45നെ കോസ് 45 കൊണ്ട് തന്നെ ഭാഗിച്ചാൽ നമുക്ക് ടാൻ 45 കിട്ടും. അതിനാണ് എളുപ്പമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ടാൻ 45 കാണാൻ വേണ്ടി സൈനിന്റെ കോസിന്റെ ന്യൂമറേറ്റേഴ്സ് നോക്കി 1 1 ന്യൂമറേറ്റേഴ്സ് എന്ത് ചെയ്യാം? ടാൻ 30 കാണാൻ സൈനിന്റെയും കോസിന്റെയും 30യുടെ ന്യൂമറേറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ 1 root 3 1 by root 3. ഇനി 60 എഴുതാൻ അത് ടാൻ 60 കാണാൻ വേണ്ടിയിട്ട് സൈൻ 60 ന്യൂമറേറ്റർ root 3 cos 60 ന്യൂമറേറ്റർ 1 root 3 by 1 root 3 by 1. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം പറയാൻ കാര്യം ഈ ചിലപ്പോൾ ഈ സൈൻ 30 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 60 സൈൻ ആവട്ടെ കോസ് ആവട്ടെ ടാൻ ആവട്ടെ 30 45 60യുടെ വില ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ നോക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതിന്റെ കണക്കുകളിലേക്ക് നമുക്ക് ഇതുവരെ കണക്കുണ്ടാകും. ഇതൊരു മതിലാണ്. ഒരു മരം വീണ് കിടക്കുകയാണ്, പകുതി ഇങ്ങോട്ട് കിടക്കുകയാണ്. ഇത്രയുണ്ട് മരം വീണ് കിടക്കുക. അപ്പം മരത്തിന്റെ ചുവടും മതിലിന്റെ ചുവടും അകലം 10 എങ്കിൽ മതിലിന്റെ പൊക്കം എത്ര? മരത്തിന്റെ ഒടിഞ്ഞ ഭാഗം വരെയുള്ള നീളം എത്ര? നമ്മൾ പറയാം ഒരു മതിലിൽ ഒരു മരം വീണ് കിടക്കുകയാണ്, ഒടിഞ്ഞു കിടക്കുകയാണ്. മരത്തിന്റെ ചുവടും മതിലിന്റെ ചുവടും തമ്മിൽ 10 മീറ്റർ അകലമുണ്ട് എങ്കിൽ മതിലിന്റെ പൊക്കം എത്ര? മരത്തിന്റെ ഒടിഞ്ഞ ഭാഗം വരെയുള്ള നീളമുണ്ട്. നമുക്കറിയാം 45 അതിന്റെ 45 90 ആണെങ്കിൽ റേഷ്യോ 1:1 ആണ്. അപ്പൊ ഇവിടെ 45 ഇവിടെ 40 ഇവിടെ എത്ര 10 ആണെങ്കിൽ ഇവിടെ എത്ര 10 ആണ്. ഇവിടെ എത്ര 10 അപ്പൊ നമുക്ക് മരത്തിന്റെ പൊക്കം കെട്ടി 10 മീറ്റർ, മരത്തിന്റെ ഒഴിഞ്ഞ ഭാഗം വരെയുള്ള നീളം 10 ആണ്. ഇതേപോലെ ഇവിടെ ചോദിക്കാം. റേഷ്യോ വെച്ചുള്ള വേറൊരു കണക്ക് പറയാം. ഒരു നദിയുടെ അക്കരക്കരയിൽ ഒരു മരം നിൽക്കുക. ഇക്കരെ നിന്നിട്ട് ഒരാൾ ആ മരത്തിന്റെ അക്കരെ നിൽക്കുന്ന നദിയുടെ അക്കരെയുള്ള മരത്തിന്റെ മുകളിലേക്ക് 60 ഡിഗ്രി ആംഗുലർ സെലിബ്രേഷനിൽ നോക്കുകയാണ്. 60 ഡിഗ്രി മേൽക്കോളിൽ നോക്കുകയാണ്. എന്നിട്ട് 10 മീറ്റർ ബാക്കിലോട്ട് മാറിയ ശേഷം അതേ നദിയുടെ അപ്പുറത്തുള്ള മരത്തിന്റെ മുകൾ ഭാഗം 30 ഡിഗ്രി മേൽക്കോളി കാണിക്കുകയാണ്. എങ്കിൽ മരത്തിന്റെ പൊക്കം എത്ര? നദിയുടെ വീതി എത്ര? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് 90 ആണ്, മരം നേരെ നിൽക്കും. ഇത് 60 ആകുമ്പോൾ ഇവിടെ ലീനിയർ ആംഗിൾസ് 180 വേണം. അപ്പൊ അവിടെ എത്ര? 120. ഇവിടെ 120 ഇവിടെ 30 ആയതുകൊണ്ട് 100 ഈ 3 ആംഗിൾസ് 180 പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ എത്ര ആണ്? 30. അപ്പൊ 30 60 120 180 ആയി. അങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 2 ആംഗിൾസ് ഈക്വൽ ആണ്. അത് ഐസോസ്കസ് ട്രയാങ്കിളായി സമപാർശ്വത്രികോണമായി. അങ്ങനെയെങ്കിൽ അതിന്റെ എതിർ വശങ്ങളും ആ കോണിനെതിരെയുള്ള വശങ്ങളും തുല്യമാണ് 10. ഇനി ഈ ട്രയാങ്കിളിലേക്ക് വരാം. 90 60 ഇവിടെ എത്രയാണ്? 30. അപ്പം നമുക്കറിയാം 30 ഓപ്പോസിറ്റ് എത്ര ആണോ അതിന്റെ ഇരട്ടിയാണ് 90 ഓപ്പോസിറ്റ്. ആ ഇരട്ടി എത്ര? 10. അപ്പൊ ഇവിടെ എത്ര? 5. ഇനി 30 ഓപ്പോസിറ്റ് എത്ര ആണോ അതിന്റെ കൂടെ റൂട്ട് 3 ഇടുന്നതാണ്. ഇവിടെ 5 ആണെങ്കിൽ 5 റൂട്ട് 3. അപ്പൊ നമുക്ക് എല്ലാ അളവും നദിയുടെ വീതി എത്ര? 5 മീറ്റർ. മരത്തിന്റെ പൊക്കം എത്ര? 5 റൂട്ട് 3 മീറ്റർ. എല്ലാം ഇത്തരത്തിൽ റേഷ്യോ വെച്ചുള്ള കണക്കുകൾ ചോദിക്കാം. ഒരുപാട് ഒരു കെട്ടിടം പുസ്തകത്തിൽ കണക്കാം. പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം. ഒരു കുട്ടി അതിന്റെ മുകളിലേക്ക് നോക്കി
30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതേ ചോദ്യമാണ്. 10 മീറ്റർ കൂടി പണി പൂർത്തിയായ ശേഷം അതേ സ്ഥാനത്ത് നിന്നും 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കും എങ്കിൽ ഈ കെട്ടിടത്തിന്റെ പൊക്കം എത്ര? കെട്ടിടത്തിന് ബിൽഡിംഗ് എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ അത് തന്നെ മൊത്തത്തിൽ 60, 30 പോയാൽ ബാക്കി എത്ര? 30. ഇവിടെ 90, ഇവിടെ എത്ര? 60 ആണ്. അപ്പൊ ഇവിടെ എത്ര? 30. വലിയ ട്രയാങ്കിൾ എടുത്താൽ, ഇനി ചെറിയ ട്രയാങ്കിൾ എടുത്താൽ 90, 30. ഇവിടെ എത്ര? 60. ഇവിടെ 60 ആണ്. ഇവിടെ എത്ര? 120. ഈ ഭാഗം ഈ ഭാഗം അതേപോലെ. ഇനി ഇവിടെ 30, ഇവിടെ 30 ആയത്. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്ര? 10 ആണ്. ഇനി 90 ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് 5. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇത്തരത്തിലുള്ള റേഷ്യോ വെച്ചിട്ട് വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റുന്ന കണക്കുകൾ ഒരുപാട് ചോദിക്കാം. ഇനി റേഷ്യോ അല്ലാതെയും ചോദിക്കാം. ഒരു ടവർ, ഒരു ബിൽഡിംഗ്, രണ്ടും തമ്മിലുള്ള അകലം 40 മീറ്റർ ആണ്. ബിൽഡിംഗിന്റെ ചുവട്ടിൽ നിന്നും 1.7 മീറ്റർ ഉയരമുള്ള ഒരു ഭിത്തി ടവറിന്റെ മുകൾ ഭാഗത്തേക്ക് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി. അപ്പൊ ആംഗിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നേർരേഖ വരയ്ക്കും. എത്രയുള്ള നോക്കിയത്? 60 ഡിഗ്രി. എന്നിട്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി. അപ്പൊ കെട്ടിടത്തിന് ബിൽഡിംഗ് എന്ന് അർത്ഥം വരുന്ന BG തന്നെ കൊടുക്കുക. ടവറിന് അർത്ഥം വരുന്ന TR തന്നെ കൊടുക്കുക. ടവറിന് അർത്ഥം വരുന്നതല്ല, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ കൊടുക്കുക. അതിന്റെ പ്രയോജനം നമുക്ക് തെറ്റാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കെട്ടിടത്തിന് മുകളിൽ കയറിയ കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഹൈറ്റ് എത്ര? 1.7. എന്നിട്ട് അതിനെ നോക്കിയത് 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ വരയ്ക്കാൻ വേണ്ടി നേർരേഖ വരച്ചു. എങ്കിൽ ടവറിന്റെ പൊക്കം എത്ര? ബിൽഡിങ്ങിന്റെ പൊക്കം. ഇത് രണ്ടും കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ടവറിന് TR, ബിൽഡിങ്ങിന് BG. എന്നിട്ട് നമുക്ക് പേര് കൊടുക്കാൻ ഇനിയുള്ള കാലത്ത് നമുക്ക് പേര് കൊടുക്കാം. അതായത് നമുക്ക് ബോക്സ് വരയ്ക്കുള്ള ബോക്സ് വരയ്ക്കും. ഈ കുട്ടിയുടെ നീളം വരുന്നൊരു ബോക്സ്. ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇങ്ങനെ 2 റൈറ്റ് ട്രയാങ്കിൾ വരും. ഇനി നമുക്കിവിടെ A എന്ന പേര് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് A കൊടുക്കാം. B കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് B കൊടുക്കുന്നില്ല. ഇവിടെ നമുക്ക് C കൊടുക്കാം, ഇവിടെ D കൊടുക്കാം, ഇവിടെ നമുക്ക് E കൊടുക്കാം, ഇവിടെ നമുക്ക് F കൊടുക്കാം. അതിന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. FCR, EAR. അതിന് കൊടുക്കാൻ പറ്റുന്ന അളവുകളുണ്ടോ? ഉണ്ട്. ഇവിടെ 40 ആണ്. ഇവിടെ എത്രയാണ്? 40 മീറ്ററാണ്. ഈ ട്രയാങ്കിൾ ഇവിടെ എത്ര? 40 മീറ്ററാണ്. ഇത് ജോലി കിട്ടും. ഇനി നമുക്ക് ആൻസറിലേക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. നമുക്ക് ആദ്യം ടവറിന്റെ പൊക്കം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ 1.7 ആയത്, ഇവിടെ 1.7 ആണ്, ഇവിടെ 1.7 ആണ്, ഇവിടെ 1.7 ആണ്. അത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇവിടെ 60 കണ്ടു, ഇവിടെ 90 ആണ്, ഇവിടെ എത്ര? 30. അപ്പൊ റേഷ്യോ 30, 60, 90 ആകും. 30, 60, 90 റേഷ്യോ 1:3:2. അപ്പൊ ഇവിടെ 30 ഓപ്പോസിറ്റ് ഇവിടെ 40 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് ഇവിടെ എത്ര? എന്നാൽ ഈ അളവ് ട്രയാങ്കിൾ അളവ് 40√3. അപ്പൊ ഇവിടെ 40√3. ഇത് ആളുടെ പൊക്കമാണ്. ഇവിടെ നമ്മൾ എഴുതിയാണ് 1.7. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ടവറിന്റെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആരുടെ ഹൈറ്റാണ് വരുന്നത്? ബിൽഡിംഗിന്റെ ഹൈറ്റാണ്. ഈ ബിൽഡിംഗിന്റെ ഹൈറ്റ് ഈക്വലാണ് എന്താ പറയുക? ടവറിന്റെ പൊക്കം നമ്മുടെ ഉണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ചാൽ മതി. DR കുറച്ചാൽ TD, അതായത് നമ്മുടെ ബിൽഡിംഗിന്റെ പൊക്കം കിട്ടും. അതിന് എന്ത് ചെയ്യണം? ഇതാണ് ഈ ട്രയാങ്കിൾ. ഇവിടെ 90, 50 ആണ്. റേഷ്യോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസന്റ് സൈഡ് ഉണ്ട്. ആ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും എതിർവശവും സമീപവശവും ഏത് ഇക്വേഷനാണ്? ടാൻ. അപ്പൊ ടാൻ 50 വെച്ച് ഈ അളവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതൊരു 10 തിരിക്കട്ടെ. ഇവിടെ 1.7 ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 10 കിട്ടി, ഇവിടെ ഇപ്പൊ 1.7 ഉണ്ട്. അപ്പൊ ഈ അളവ് എത്ര? 11.7 ആയി. അപ്പൊ 11.7 ആയി ഈ അളവ്. ഏതളവാണ്? DR. അപ്പൊ DR നമ്മുടെ ഉണ്ട്. ടവറിന്റെ ഒപ്പമായ TR ഉണ്ട്. ആ TR ന്ന് DR കുറയ്ക്കുമ്പോൾ
നമുക്ക് ടി ഡി. ആ ടി ഡി ആണ് ബിൽഡിങ്ങിന്റെ. അപ്പൊ അങ്ങനെ നമുക്ക് അനായാസം നമുക്ക് പ്രയാസമില്ലാതെ നമുക്ക് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഈ കണക്കുകൾ പ്രയാസമുള്ള കണക്കുകളായിരുന്നു. അത് മനസ്സിലാക്കുന്നത് വേണ്ടി എന്താണ് ഈ രണ്ട് വരകളാണല്ലോ മെയിനായിട്ടുള്ളത്. ഇവിടെ രണ്ട് വരകൾ എന്തൊക്കെയാണ്? ടവറിന്റെ നീളവും ബിൽഡിങ്ങിന്റെ പൊക്കവും. ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലം തരത്തിൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയത് പ്രയാസമുള്ള കണക്കാണെന്ന് മനസ്സിലാക്കാം. എങ്ങനെ പ്രയാസം പറയാം? അപ്പൊ പ്രത്യേകിച്ച് ഓർക്കുക, ഈ കണക്ക് പ്രയാസമുള്ള കണക്കായി മാറുന്നതിന് ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലം തരാവുന്ന സമയം. അതിൽ ആ സമയത്ത് ഈ രണ്ട് വരകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പൊക്കത്ത്, ഇവിടെ ബിൽഡിംഗ് ആണെങ്കിൽ ഇത് വരാം, അതിന്റെ പൊക്കത്ത് 10 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ പൊക്കം. പക്ഷേ ടവറിന്റെയും ബിൽഡിങ്ങിന്റെ അകലമില്ല. അപ്പം ഇതെങ്ങനെ ചെയ്യും? ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഇവിടെയും ഇതാണെങ്കിൽ വരയ്ക്കും, ഇതാണെങ്കിൽ എഴുതും. പക്ഷെ എന്തില്ല, ഈ ഇത് തമ്മിലുള്ള അകലമില്ല. ഇവിടെ രണ്ട് മട്ടത്രികോണങ്ങൾ അപ്പോഴും FCR, EAR. ഈ രണ്ട് മട്ടത്രികോണങ്ങൾ എടുത്ത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ആദ്യം നമുക്ക് ഈ ഇവിടെ 10 ഉള്ളതുകൊണ്ട് ഇവിടെയും 10 എഴുതാം. ബിൽഡിങ്ങിന്റെ പൊക്കം ആദ്യം കൊണ്ടുവരണം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി ഇതിലൂടെ കിട്ടിയാൽ പോരെ, അപ്പൊ ടവറിന്റെ പൊക്കമായാലും അത് വെച്ചിട്ട് റേഷ്യോ വെച്ചിട്ട് ഈ ബേസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എളുപ്പമില്ലെന്ന് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്തിട്ട് ടാൻ യൂസ് ചെയ്യും. അപ്പൊ എതിർവശം ഉണ്ട്, പക്ഷെ എന്തില്ല, സമീപവശം ഇല്ല. ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡ് ഇല്ല. ഉത്തരം കിട്ടത്തില്ല. ഇക്വേഷൻ, ആ ഇക്വേഷൻ ഒന്നും പറഞ്ഞ് മാർക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത വലിയ ട്രയാങ്കിൾ എടുക്കുക, FCR. അവിടെയും ഓപ്പോസിറ്റ് സൈഡ് ഇല്ല, അഡ്ജസൻറ്റ് സൈഡ് ഇല്ല. ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ഭാഗമുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് CD വരുന്നുണ്ട് 10. അപ്പൊ അവിടെ tan 60 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 10 പ്ലസ് CD ആണ്, 10 പ്ലസ് D ആണ് ബൈ FC. അവിടെ ഉത്തരം കിട്ടത്തില്ല. ഇക്വേഷൻ ഇത് സിമ്പിൾ ചെയ്യുമ്പോൾ ഇക്വേഷൻ, ആ ഇക്വേഷനെ രണ്ടാം കിട്ടും. അങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ സിമ്പിൾ ചെയ്യുമ്പോഴേ ഇതിന്റെ ഉത്തരം കിട്ടും. അതാണ് പ്രയാസവും. അപ്പൊ ഓർക്കുക, ഈ വരകൾ തമ്മിലുള്ള അകലം ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കണക്കാണ്, പെട്ടെന്ന് കിട്ടും. അതില്ല എങ്കിൽ അത് പ്രയാസമുള്ള കണക്കാണ്. അത് ചെയ്യുന്നത് രണ്ട് ഇക്വേഷനാണ്. രണ്ട് ട്രയാങ്കിൾ എടുത്ത് ചെയ്യുക, രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ. ഓക്കെ, നമുക്ക് വേറൊരു പോയിന്റിലേക്ക് കിടക്കാം. മിക്കവാറും ചോദിക്കുന്ന മറ്റൊരു കണക്കാണ്. ഒരു ട്രയാങ്കിൾ, അതിന്റെ രണ്ട് വശങ്ങളിലെ നീളമുണ്ട്, അതിന്റെ ഉൾക്കോൺ ഇൻക്ലൂഡഡ് ആംഗിളും ഉണ്ട്. ആ ഇൻക്ലൂഡഡ് ആംഗിളിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. അത് 90 ഡിഗ്രിയിൽ താഴെയാണ് എങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുന്നത് ഹാഫ് BC sin A. അതായത് ഹാഫ് BC എന്ന് പറഞ്ഞ ഈ രണ്ട് സൈഡുകളാണ്. RA sin A എന്ന് പറഞ്ഞ ആംഗിൾ, തന്നിരിക്കുന്ന ആംഗിൾ 80. sin 80ന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഏരിയ. ഇനി ഇതിന്റെ മൂന്നാമത്തെ സൈഡിന്റെ നീളമില്ലല്ലോ, ആ മൂന്നാമത്തെ സൈഡിന്റെ നീളം കാണാൻ A² = B² + C² - 2BC cos A എന്ന ഇക്വേഷൻ വെച്ചാണ് മൂന്നാമത്തെ സൈഡിന്റെ നീളം കാണുന്നത്. ഇതെങ്ങനെയാ വന്നതെന്നും ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതല്ല, ഞാൻ ഓൾറെഡി പാഠം എടുത്തപ്പോൾ പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇതിവിടെ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇക്വേഷൻ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മള് ഏരിയ കാണുന്ന ഇക്വേഷൻ പഠിച്ചു, തേർഡ് സൈഡ് കാണുന്ന ഇക്വേഷൻ പഠിച്ചു. ഇനി ഇതിനകത്ത് ഈ ആംഗിൾ 90യേക്കാൾ കൂടുതലാണെങ്കിൽ സൈഡ് അത് തന്നെ 6, 7. 90യേക്കാൾ കൂടുതലാണെങ്കിൽ ഏരിയ കാണുന്നത് ഹാഫ് BC sin A ഉള്ളത് 180 മൈനസ് A. അത്രയുള്ള വ്യത്യാസം. തേർഡ് സൈഡ് കാണുന്നത് A² = B² + C² + 2BC -2BC + 2BC cos A എന്നുള്ളത് 180 മൈനസ് A. അത്രയും വ്യത്യാസം. അപ്പം രണ്ട് ട്രയാങ്കിൾ രണ്ട് സൈഡ് ഉണ്ട്. ഇൻക്ലൂഡഡ് ആംഗിൾ 90യേക്കാൾ താഴെയാണെങ്കിൽ 90യേക്കാൾ മുകളിലാണെങ്കിൽ
ഏരിയയും തേർഡ് സൈഡ് കാണുന്ന ഇക്വേഷനാണ് പഠിച്ചത്. അപ്പൊ അത് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഈ പാഠത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കണക്കാണ് ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന്റെ നീളമുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും എങ്കിൽ ഇതിന്റെ സർക്കിളിന്റെ പരിവൃത്തത്തിന്റെ വ്യാസം കാണും. ആ വ്യാസം കാണാൻ വേണ്ടി എളുപ്പ വഴിയുണ്ട്. സൈഡ് ബൈ സൈഡ് ഇങ്ങനെ നോക്കാൻ മതി. എളുപ്പ വഴി സൈഡ് ബൈ സൈഡ്. സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നിരിക്കുന്നതാണ് 10 ബൈ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സൈൻ ചേർത്ത് എഴുതും. സൈൻ 50ന്റെ വില ചോദിച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ ഡയമീറ്റർ കണക്കാക്കാം. ഇനി സൈഡ് ഇല്ല, ഡയമീറ്റർ തരുന്നതിരിക്കട്ടെ. ഡയമീറ്റർ 10 സൈഡ് ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് ഇല്ലാത്ത സൈഡ് മാത്രമാണ്. സൈഡ് തരും, ഡയമീറ്റർ ഉണ്ട്. അങ്ങനെ ഏത് സൈഡ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിന്റെ ഏത് സൈഡും ഇതേ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം, അങ്ങനെ ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഉള്ള കണക്കുകളാണ് ഈ പാഠത്തിലുള്ളത്. പിന്നെ ഈ പാഠത്തിലെ കണക്കുകൾ പറയാൻ തീരത്തില്ല. കാരണം ഏതാണ്ട് എല്ലാ പാഠത്തിലും തെളിവുകൾക്ക് വരും, കമ്പൈൻഡ് ആയിട്ട് ചോദ്യങ്ങൾ വരും. എല്ലാ പാഠത്തിലും ഇതിനു മുമ്പ് വർക്കൗട്ട് ചെയ്ത പാർട്ട് 5 കോർഡിനേറ്റ്സ് എന്ന പാഠത്തിലായിരുന്നു, ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന പാഠത്തിലായിരുന്നു. എല്ലാ പാഠത്തിലും ഈ തെളിവുകൾക്ക് വരും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇനി ഒരു പാഠമാണ് എടുക്കാറുള്ളത്, സ്റ്റാറ്റിക്സ്. അത് അടുത്ത പാഠത്തിൽ പറയാം.